ബംഗളൂരു യലഹങ്കയിലെ ബുൾഡോസർ രാജിന് ഇരയായവർക്ക് വീണ്ടും സർക്കാരിന്റെ ഇരുട്ടടി. കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് സൗജന്യമായി വീട് നൽകില്ലെന്ന് കർണാടക സർക്കാർ. വീടിന് ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം നൽകണം. അർഹരായവരെ കണ്ടെത്താൻ MLA നേതൃത്വത്തിൽ സമിതി രൂപീകരിച്ചു. നിലവിൽ താമസിച്ചിരുന്ന ഇടം നൽകാനാകില്ലെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. ദീപക് മോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മോഹൻ, ഇത് വീണ്ടും ഒരു ഇരുട്ടടിയായി മാറുകയാണോ? പാവപ്പെട്ട മനുഷ്യർ, അതിദരിദ്രരായ മനുഷ്യർ കിടന്നുറങ്ങിയ ചേരിയിൽ അവിടെ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരപ്പാക്കി വലിയ പ്രതിഷേധം ഉയരുമ്പോൾ മാത്രം അത് ചർച്ചയ്ക്കെടുത്ത് അവർക്ക് ഫ്ളാറ്റ് നൽകാമെന്ന് പറയുക. ഇപ്പോൾ പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഇവർക്ക് ഫ്ളാറ്റും വീടും ഒക്കെ ലഭിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ അങ്ങോട്ട് നൽകണോ? ഈ പാവപ്പെട്ട മനുഷ്യർ എവിടെ നിന്ന് നൽകും? അരുൺകുമാർ, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ മേഖലയിൽ, അതായത് നേരത്തെ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയ കൊഗിലുവിലുള്ള ഫക്കീർ കോളനി, വസീം ലേഔട്ട് എന്ന മേഖലകളിലേക്ക് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എത്തിയത്. പിന്നീട് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കും, അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ചേർന്ന് യോഗം നടത്തും, അതിനുശേഷം ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. അപ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വീട് നഷ്ടപ്പെട്ട് തെരുവിലായ ആളുകൾക്ക് വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമായിരുന്നു മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ചേർന്ന് നടത്തിയ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ, ഇരുട്ടടി എന്ന് തന്നെ വേണം പറയാൻ. കാരണം തെരുവിൽ ജീവിച്ചിരുന്ന ആളുകളാണ് മിക്ക ആളുകളും. ഭിക്ഷയൊക്കെ യാചിച്ചാണ് ആ മേഖലകളിൽ ജീവിക്കുന്നത്. ബൈക്ക് മെക്കാനിക്കുകളും സാധാരണ തൊഴിലാളികളും ഒക്കെ ആയ ആളുകൾ 5 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്നത് കൂടി കർണാടക സർക്കാർ പറഞ്ഞു തരണമെന്നാണ് അവിടെയുള്ള പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ ഈ ബയ്യപ്പനഹള്ളിയിൽ 1200 ഫ്ളാറ്റുകൾ രാജീവ് ഗാന്ധി ഹൗസിംഗ് പദ്ധതിയിലൂടെ നിർമ്മിച്ച ഫ്ളാറ്റുകളിൽ 180 വീടുകളിലേക്ക് ഇവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാറ്റും എന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു. അത് പ്രകാരമാണ് സൗജന്യമായി വീടുകൾ നൽകുമെന്ന് അറിയിച്ചത്. എന്നാൽ ഈ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയായ DK ശിവകുമാറും കൂടി ചേർന്ന് നടത്തിയ യോഗത്തിനൊടുവിലാണ് സൗജന്യമായി ഇവർക്ക് വീടുകൾ നൽകുകയില്ല, 11,20,000 രൂപ വിലയുള്ള വീടുകൾ സബ്സിഡിയോടുകൂടി 5 ലക്ഷം രൂപ, അതായത് ഓരോ കുടുംബവും നൽകേണ്ടത് 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ നൽകിയാൽ മാത്രമേ വീടുകൾ നൽകുകയുള്ളൂ എന്നൊരു നടപടിയിലേക്ക് കർണാടക സർക്കാർ എത്തിയത്. തികച്ചും മനുഷ്യത്വരഹിതമായ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങില്ലേ ഈ സർക്കാർ ഇങ്ങനെ തീരുമാനിച്ചാൽ? അരുൺകുമാർ, നമ്മൾ ആദ്യം അവിടെ എത്തുന്ന സമയത്ത് ഒരു മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ മാധ്യമപ്പട നിരവധി ആളുകൾ എത്തി. ഇന്ന് ആ ഭാഗത്തൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടവും പോലീസും ഒക്കെ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും താമസിക്കുന്നത് നേരത്തെ അവരുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയ തറയുടെ മുകളിൽ ടാർപോളിൻ വിരിച്ചാണ് അവിടെ കിടന്നുറങ്ങുന്നത്. അവരെങ്ങനെയാണ് ഈ 5 ലക്ഷം രൂപ കണ്ടെത്തേണ്ടത് എന്നുള്ള കാര്യത്തിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് ആ മേഖലയിലൊക്കെ തന്നെ ഇടതുപക്ഷ പാർട്ടികളൊക്കെ തന്നെ ആ മേഖലയിൽ എത്തിയിരുന്നു. SFIയുടെ പ്രതിനിധികൾ എത്തിയിരുന്നു. കർണാടകയിൽ നിന്നുള്ള ഇടതുപക്ഷ പ്രവർത്തകരൊക്കെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ വൈകിട്ടായതോടുകൂടി ഈ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി വരുന്നത് വലിയ പ്രതിഷേധാർഹം തന്നെയാണ്. കാരണം ഒരായുസിൽ അവരെ കൊണ്ട് 5 ലക്ഷം രൂപ ആർക്കും സമ്പാദിക്കാൻ കഴിയുകയില്ല എന്ന് നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് കണ്ടാൽ മനസ്സിലാവുന്ന ഒന്നാണ്. മാത്രമല്ല, ഇപ്പോൾ അവിടെ ഒരു MLA നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ സമിതി അർഹരായ ആളുകളെ കണ്ടെത്തിയതിനു ശേഷമായിരിക്കും ഈ ആളുകൾക്ക് വീടുകൾ കൈമാറുക എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാൽ തന്നെ അതിന് 5 ലക്ഷം രൂപ സബ്സിഡി നൽകണമെങ്കിൽ, സബ്സിഡിയോടുകൂടി വീട് നൽകണമെങ്കിൽ 5 ലക്ഷം രൂപ മുൻകൂറായി നൽകേണ്ടതുണ്ട്. നിലവിൽ അവിടെ നിന്ന് MLA ആയി ജയിച്ച കൃഷ്ണ ബൈരഗൌഡയാണ് നിലവിൽ കർണാടകയുടെ റവന്യൂ വകുപ്പ് മന്ത്രി. ആ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത്. ഈ ബുൾഡോസർ രാജ് ഉപയോഗിച്ച് ആ വീടുകളെല്ലാം തകർത്തു, അവരെ തെരുവിലേക്ക് ഇറക്കി വിട്ടു. ഇപ്പോൾ സർക്കാർ പറയുന്നത് അവർക്ക് ഇനി അവിടെ താമസിക്കാൻ കഴിയുകയില്ല എന്നാണ്. അപ്പോൾ ഇനി അവർ എങ്ങോട്ട് പോകുമെന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ആ ചോദ്യത്തിന് കർണാടക സർക്കാർ ഉത്തരം നൽകിയേ തീരൂ. അരുൺകുമാർ, താങ്ക് യു. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കർണാടക സർക്കാരിന്റെ ഇരുട്ടടിയാണ്. അവിടെ കുടിയൊഴിഞ്ഞു പോകുന്നവർക്ക് അഥവാ ഈ ഫ്ളാറ്റ് വേണ്ടവർ 5 ലക്ഷം രൂപ അങ്ങോട്ട് നൽകണം. ഒന്നുമില്ലാതെ, രേഖകൾ പോലും ഇല്ലാതെ ആ മനുഷ്യരുടെ വീട് നിരപ്പാക്കി ഒരു ബുൾഡോസർ രാജ് ഭരണകൂടം വീണ്ടും അവരോട് കൽപ്പിക്കുന്നു 5 ലക്ഷം തന്നാൽ വീട് നൽകാം.